വളരെ സന്തോഷമുള്ള രാജ്യസ്നേഹികൾക്കൊക്കെ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. കാഫിറുകളെ കൊല്ലാൻ ആഗ്രഹിച്ച് നടന്ന ഇന്ത്യക്ക് നേരെ ലോകരാജ്യങ്ങൾ കാർക്കിച്ചു തുപ്പാൻ ആഗ്രഹിച്ച ഒരുത്തനെ, ഒരു മലപ്പുറം ഐക്കരപ്പടി സ്വദേശി മുഹമ്മദ് സനൂഫിനെതിരെ ഇപ്പം UAPA എടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ എന്ന് വരുമ്പം ഇയാളെ 26-കാരനെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ UAPAയും എടുത്തിരിക്കുകയാണ്. നമുക്കറിയാം 2025 ഏപ്രിൽ 22 നടന്ന പഹൽഗാം ഭീകരാക്രമണം, നിരപരാധികൾക്ക് നേരെ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കുറേ തീവ്രവാദികൾ നടത്തിയ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി. അപ്പോൾ ഇതിന് പിന്തുണച്ചുകൊണ്ട്, അതായത് അത് തന്നെയാണ് ആ ഭീകരവാദികൾ ചെയ്തത് തന്നെയാണ് ശരി, കാഫിറുകളെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്, ഇന്ത്യക്ക് നേരെ ഞങ്ങൾ കാശ്മീർ പിടിച്ചെടുക്കും, ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു കമൻ്റാണ് സോഷ്യൽ മീഡിയയിൽ ഇവൻ കുറിച്ചൊരു കമൻ്റാണ് പണിയായി മാറിയിരിക്കുന്നത്. അതും ഒരു വർഷങ്ങൾക്ക് ശേഷം. ഇവനത് എഴുതിയത് സൗദി അറേബ്യയിൽ ഇരുന്നിട്ടാണ്. ഇവിടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം പോലീസ് തൂക്കി. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇവിടെ മുസ്ലിം ലീഗ് ഉണ്ട്, സമസ്തയുണ്ട്, അതുപോലുള്ള മറ്റ് ഇസ്ലാമിക സംഘടനകളുണ്ട്, LDF ഉണ്ട്, വോക്ക് ലിബറൽസ് ഒക്കെ ഉണ്ട്. ഈ കമൻറ്റിനെ ഇത് തെറ്റാണ്, ഇത് ശരിയല്ല എന്ന് പറയാനായിട്ട് എന്തുകൊണ്ടാണ് ഇവർക്ക് പറ്റാത്തത്? പരസ്യമായിട്ട് ഇവനെ എതിർക്കാൻ എന്തുകൊണ്ടാണ് പറ്റാത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ചോദ്യം. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ഇസ്ലാമോഫോബിയ എന്ന് കരഞ്ഞുകൊണ്ട് വരരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. അതിന് എനിക്കുള്ള മറുപടി, വെള്ളത്തിൽ മുങ്ങിച്ചാകാൻ തുടങ്ങുമ്പോൾ കൈകാലിട്ടടിക്കും. ഭീരുക്കൾ നീർക്കൊല്ലിപ്പാമ്പിനെ കണ്ടാൽ പോലും ഓടി ഒളിക്കാൻ നോക്കും. താങ്കൾ ഇന്ന് വലിയ അത്ര പ്രത്യേകതയുള്ള പത്രമല്ല, എന്നാൽ പോലും മംഗളം പത്രത്തിലൊരു വാർത്തയുണ്ട്. സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടൽ, ഒരാൾ കൊല്ലപ്പെട്ടതായി സൂചന. എവിടെ നടന്നെന്നറിയോ? പാകിസ്ഥാനും ഇപ്പോൾ ഇവൻ എഴുതി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടവനുണ്ടല്ലോ, നമ്മളെ ഇന്ത്യക്കാരെ മുഴുവൻ കാഫിറുകളെല്ലാം കൊന്നൊടുക്കി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്ന അവൻ്റെ നാട്ടിൽ അവൻ സ്വർഗമായിട്ട് കാണുന്ന പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, പാകിസ്ഥാൻ്റെ കൈവശമിരിക്കുന്ന കാശ്മീരിലാണ് ഈ സംഘടന ഉണ്ടായത്. പട്ടാളമായിട്ട് ഏറ്റുമുട്ടി ജനങ്ങൾ. വിഷയം ദാരിദ്ര്യമാണ്, പട്ടിണി, കഴിക്കാൻ ഭക്ഷണമില്ല. അല്ലാണ്ട് മതത്തിൻ്റെ കലിമ ചൊല്ലലല്ല അവിടെ നടന്നത്. ആ ഇഷ്ടംപോലെ ആൾക്കാരോട് മരിച്ചിട്ടുണ്ട്. ഇപ്പോഴും സംഘടന തുടരുന്നു. പല പ്രദേശങ്ങൾക്കും പട്ടാളത്തിനോട് നിന്ന് പിന്മാറേണ്ടി വന്നു. ഈ വർഗമാണ് പറയുന്നത്, ഇവിടെ കയറി എന്ന് പറയുന്നത്, നിങ്ങളെല്ലാം കൂടെ ഞങ്ങൾ കൊല്ലാൻ പോകും. ആലോചിച്ചോണം, എത്ര പരിഹാസ്യമാണെന്ന് നോക്ക്. സ്വന്തം കയ്യിൽ കുട്ടി വീതം വെച്ച് കൊണ്ടുപോയി മേടിക്കൊണ്ടുപോയ ആ സ്ഥലത്തെ കൊച്ചു ഉള്ളിൽ ഭക്ഷണം കൊടുക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല. അവിടെ പാകിസ്ഥാൻ സേനയുമായിട്ട് ഏറ്റുമുട്ടലുണ്ടായി സ്വയം മരിക്കുക, ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. അവന്മാരാണ് ഈ വാർത്തയും കൊണ്ട് ഇവിടെ നടക്കുന്നത്. പക്ഷെ ഇവിടെ ഈ വാർത്തയുടെ നമുക്ക് ഗൗരവത്തോടെ കാണേണ്ട കാര്യം, രാമേന്ദ്രൻ മരിച്ചു, അത് രാമേന്ദ്രൻ കൊല്ലപ്പെട്ടു, രാമേന്ദ്രനെ കൊന്നു, പല കാരണങ്ങളാണെന്ന് പറയാം. എന്നാൽ പോലും ഈ രാമേന്ദ്രൻ്റെ മരണത്തിൽ അനുശോചിക്കാൻ ആരൊക്കെ അവർ വന്നത്? ഇന്ത്യയിൽ താമസിച്ച് പാകിസ്ഥാനിൽ ഇപ്പോൾ കിട്ടാത്ത ചോറും കറിയും ഇലക്ട്രിസിറ്റി, വൈദ്യുതിയും കുടിവെള്ളം എല്ലാം ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് ഭക്ഷിച്ചിട്ട് ഇന്ത്യയെ തെരുവറിയാം. ഇവനങ്ങോട്ട് പോകത്തില്ല, പാകിസ്ഥാനിൽ പോകാമല്ലോ. അവൻ ഇവിടെ, രാമേന്ദ്രൻ എന്ന് പറയുന്നത് മലയാളിയാണ്, എറണാകുളം സ്വദേശിയാണ്. എറണാകുളം നമുക്ക് ഇവിടുന്ന് 3-4 കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഇല്ലേ രാമേന്ദ്രൻ്റെ വീട്ടിലേക്ക്. എന്നിട്ട് ഇവനെ രാമേന്ദ്രനെ കൊന്നുകൊണ്ട് അവരെന്താ നേടിയത്? ഇത് രാമേന്ദ്രന്റെ മകളുടെ ഒരു പോസ്റ്റ്, ആ പോസ്റ്റിന് താഴെയാണ് ഇവൻ വന്നിട്ട് ഈ രീതിയിലുള്ള കമന്റ് എഴുതിയത്. അതും ഒരു വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് തന്നെ ഈ പരാതി പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഇയാളെ തൂക്കിയിരിക്കുന്നത്. ആ കമന്റ് എന്തായാലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇന്നല്ലെങ്കിൽ നാളെ കശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും. അതിനുള്ള മറുപടി ഞാൻ കാണിച്ചത്, ഇന്ത്യയിൽ നിന്നും കശ്മീരിനെ വേർപെടുത്തും, മറ്റു ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചു തുപ്പും. എന്തൊരു സുഖം അല്ലേ! കശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും. എൻ്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിങ്ങളെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടമായി നശിപ്പിക്കും. അവർക്ക് ആഹാരം കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടോ? ബാക്കി മനുഷ്യരെ കൂട്ടമായി നശിപ്പിക്കും. കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി. ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നെന്നിരിക്കും.
എങ്കിലും സ്ലീപ്പർ സെൽസിനെ മാത്രമേ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ. ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല. നാളെ തക്ബീർ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിന്റെ എല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കുമെന്നാണ് ഈ മലപ്പുറം ഐക്കരപ്പടി സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് സനൂഫ് പറഞ്ഞിരിക്കുന്നത്. ഇവൻ യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ മുസ്ലിങ്ങളെ മുഴുവനാണ് ഇവൻ കുരുതി കൊടുക്കിരിക്കുന്നത്. ഈ നാട്ടിലെ മുസ്ലിങ്ങളെ മുഴുവനാണ്. പരസ്യമായിട്ട് ഇവനെതിരെ ഒരു പോസ്റ്റ് എഴുതാനോ പ്രതികരിക്കാനോ ഞാനിങ്ങും ആളുകളെ കണ്ടിട്ടില്ല കേട്ടോ. ചിലപ്പോൾ ആളുകൾ ഉണ്ടാവുമായിരിക്കും, ചെയ്തെങ്കിൽ നല്ല കാര്യം. യഥാർത്ഥത്തിൽ അങ്ങനെ കൂടുതൽ ആളുകൾ വരാത്തത് എന്തുകൊണ്ടാണ്? ഇവരെ പിന്തുണയ്ക്കുകയാണോ? ഇവൻ പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് സ്ലീപ്പർ സെൽസിനെ മാത്രമേ ഇല്ലാതാക്കാൻ പറ്റൂ എന്നുള്ളതാണ്. ഒരു കാര്യം വളരെ കൃത്യവും വ്യക്തവുമായിട്ട് നമുക്ക് മനസ്സിലായി ആരാണ് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രു എന്ന്. ഇവനെ പോലുള്ള ആളുകൾ ഇപ്പോഴും ഈ നാട്ടിൽ ഇവിടെ ജനിച്ച് ഇന്ത്യക്കെതിരെ ഇന്ത്യയെ ഇല്ലാതാക്കണമെന്ന മോഹവുമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അവരാണ് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രു. എല്ലാ മുസ്ലിങ്ങളും അല്ല ഇന്ത്യയുടെ ആഭ്യന്തര ശത്രു. ഇവനെ പോലുള്ള ആളുകളാണ് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രു. അതാരായിരുന്നാലും. എന്നോട് ചോദിച്ചാൽ ഒറ്റ തമാശയായിട്ട് ഞാൻ ഉത്തരം പറയും, വളരെ തമാശയായിട്ട് പറയും. ഇവൻ ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് വരാൻ ഇവനൊക്കെ ഉദ്ദേശിക്കുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയോ? അവിടെ പാകിസ്ഥാനിൽ കഴിക്കാൻ ആഹാരമില്ല, കുടിക്കാൻ വെള്ളമില്ല, നല്ല വായു പോലും കിട്ടാത്ത അവസ്ഥയായി. ഡെയിലി വെടിവെച്ച് 5, 6, 10 പേര് പരസ്പരം വെടിവെച്ച് മരിക്കുകയാണ്. അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടി, ശുദ്ധവെള്ളം കുടിക്കാൻ വേണ്ടി, ശുദ്ധജലം കുടിക്കാൻ വേണ്ടിയായിരിക്കും നമുക്ക് ഇന്ത്യയിലേക്ക് വരാൻ നോക്കുന്നത്. അതിന് എളുപ്പത്തിൽ പറയാനുള്ള ഓടി വരുന്ന ഒളിച്ചോടി വരുന്നതല്ല, മതത്തിൻ്റെ കെയർ ഓഫ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ, ജിഹാദിൻ്റെ കെയർ ഓഫ് പറഞ്ഞാൽ മതിയല്ലോ. ഇവനൊക്കെ മാന്യനായിട്ട് വരാം. പക്ഷേ ഇവിടെ ഒന്നുകൂടെ ആലോചിക്കേണ്ടത് എന്തുകൊണ്ട് ലോകത്ത് ഇന്നത്തെ ഈ ഒരു ദിവസത്തെ പത്രം എടുത്തതുണ്ട്, യമനിൽ 15 സൈനികർ കൊല്ലപ്പെട്ടു. അത് ഹിന്ദുക്കളോ ഒന്നല്ല, ക്രിസ്ത്യാനികളോ ഒന്നല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മുസ്ലിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ച് കൊല്ലപ്പെട്ട ഈ ഒരു പത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 സ്ഥലത്തെങ്കിലും ഇസ്ലാമികളുടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി മരിക്കുക. ഇസ്രായേലൊക്കെ കൊല്ലുന്നതിനെ 10 ഇരട്ടി കൊല്ലുന്നുണ്ട്. എന്തേ അത് നിർത്താൻ അവർക്ക് പറ്റാത്തത്? അത് ഏറ്റവും കാതലായ ചോദ്യം. അതിനെ അംഗീകരിക്കാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കാന്തപുരവും ഗീന്തപുരവും തയ്യാറാവുന്നുണ്ടോ? അതിനെപ്പറ്റി കാന്തപുരത്തിന് എന്താ പറയാനുള്ളത്? അവിടെ ഒരു ജമ്മു കാശ്മീരിൽ ശ്രീനഗർ പള്ളി സൂക്ഷിച്ചിരിക്കുന്ന രോമം കണ്ടില്ലെങ്കിൽ കാന്തപുരത്തിനൂടെ ഭയങ്കര സമരമാണ് അല്ലേ? ഈ വിഷയത്തിൽ, ഈ രാമേന്ദ്രൻ്റെ വിഷയത്തിൽ, ഇടപ്പള്ളിയിലെ വിഷയത്തിൽ, നമ്മുടെ അടുത്തുള്ള വിഷയത്തിൽ ഇതുപോലത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഇന്ത്യയെ മൊത്തം അപമാനിക്കാൻ നോക്കിയതിനെ പറ്റി എന്താ ചെയ്യേണ്ടത്? കാന്തപുരം എന്ത് പറയും? കാന്തപുരം മിണ്ടാണ്ടിരിക്കും, സംഘപരിവാറിനെ സഹായിക്കും. മിണ്ടിയാരെ മിണ്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണല്ലോ പോയിന്റ്. അപ്പോൾ യഥാർത്ഥത്തിൽ കാന്തപുരം സംഘപരിവാറിനെ സഹായിക്കില്ലേ? ഇതിലിപ്പം രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന പ്രസിഡന്റ് ചോദിച്ച വളരെ പ്രധാനപ്പെട്ടുള്ളൊരു ചോദ്യമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വളരെ യുവാക്കളായിട്ടുള്ള മലയാളികളെ ആരാണ് ബ്രെയിൻ വാഷ് ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്, ദേശീയ സുരക്ഷ അല്ലെങ്കിൽ ദേശീയ സംരക്ഷണം, ഇതിനെക്കാട്ടിലും മുകളിൽ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് പ്രാധാന്യം നൽകുകയാണെങ്കിൽ ഇവനെ പോലുള്ള ആളുകൾ ഉയർന്നു വരും. വന്ദേമാതരം മുഴുവനായിട്ട് പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യ എന്തോ തകർന്ന് പണ്ടാരമടങ്ങിപ്പോവും, ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളൊക്കെ അങ്ങ് ഇല്ലാതായി പോകും എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ. അതിനൊക്കെ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ പോലുള്ള ആളുകൾ രൂപപ്പെടുന്നതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ശരിയല്ലേ? വന്ദേമാതരം മുഴുവനായിട്ട് പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ എന്തെങ്കിലും ആദർശത്തിൻ്റെ പേരിലോ മതശക്തിയുടെ പേരിലോ ഒന്നും ഇതിന് പോകാനായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. ഇവൻ പൈസയ്ക്ക് വേണ്ടി ജോലി കിട്ടി അവൻ്റെ കുടുംബത്തേക്ക് 10 പൈസ അയച്ചു കൊടുക്കാൻ വേണ്ടി അവൻ അങ്ങനെ സൗദി അറേബ്യയിലോ അവിടെ ചെന്നിട്ടാണ് ഈ വിപ്ലവം മുഴുവൻ പറയുന്നത്. അവൻ ഈ നാട്ടിൽ നിന്ന് പറയാത്ത എന്തി? ഒരു വർഷമായിട്ട് അവൻ ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് വരാത്ത എന്തി? ഇന്ത്യ മുഴുവൻ അവനെ സ്വീകരിക്കുന്ന മുസ്ലിങ്ങളുണ്ട്, അവൻ ധൈര്യമായിട്ട് വരത്തില്ലേ? അതിൻ്റെ അർത്ഥം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പോലും അവനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അവനറിയാം, മസൂദിനറിയാം. അവന് ഇവിടെ അസ്തർ മസൂദ് എന്ന് പറഞ്ഞാൽ വേറെ ഉണ്ടായിരുന്നു പാകിസ്ഥാനിലല്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ നടക്കുന്ന കുറേ ആൾക്കാർ, ഇവർക്ക് ജീവിക്കണം, നാട്ടുകാരെ കൊള്ളയടിക്കണം, അതിന് മാന്യമായ പേര് വേണം, അതിനിവർ ഇസ്ലാമിക തീവ്രവാദിന്നോ ഞങ്ങൾ ഖുറാൻ മുഴുവൻ കാണാപ്പടം പിടിച്ച് വരുന്നവരാണെന്നോ ഖുറാൻ്റെ ഓരോ വാക്കും ഞങ്ങൾ നടപ്പാക്കുമെന്നും പറഞ്ഞ് പാവം പിടിച്ച മുസ്ലിങ്ങളെ പറ്റുക ഇവനൊക്കെ ചെയ്തു വെക്കുന്നതിൻ്റെ ഫലം അറിയുന്നേരാ. ഇപ്പോൾ കാശ്മീരിൽ എത്ര മുസ്ലിങ്ങൾ നിരപരാധികൾ മരിക്കുകയാണ് ചിലപ്പോൾ. പിന്നീട് സൈന്യമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ അവരെ കുരുതി കൊടുത്തതാരാ? കൊല്ലാൻ വിട്ടതാരാ? അവരുടെ ചോര കുടിക്കുന്നവരാ? ഇവർ തന്നെയാണ്, ഇതേ വർഗം തന്നെയാണ്. എന്നിട്ട് ഇവർ മുസ്ലിങ്ങളുടെ സംരക്ഷകരായിട്ട് പറയും. അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം കാന്തപുരത്തെ പോലുള്ളവരെ. കാന്തപുരത്തെ കൈയടിക്കുമ്പോൾ 2 കൈ പിണറായി വിജയൻ അടിക്കും. അങ്ങനെയുണ്ട് ഇവിടെ. അതാണ് ഇവിടുത്തെ രാഷ്ട്രീയം. അത് താങ്കൾ ആദ്യം സൂചിപ്പിച്ചു, താങ്കൾ ഇടയ്ക്ക് സൂചിപ്പിച്ചു വോട്ട് ബാങ്ക് രാഷ്ട്രീയം. എന്തായാലും മുഖ്യമന്ത്രിയുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമോൻ മുഹമ്മദ് റിയാസെ
ഇതൊന്നും കാണുന്നില്ലേ താങ്കൾ എന്നാണ് ചോദിക്കാനുള്ളത്. ചോദിക്കേണ്ട ചോദ്യം. കാരണം വന്ദേമാതരം മുഴുവനായിട്ട് പാടിയപ്പം വർഗീയതയാണ്, മറ്റേതാണ്, മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ ആളാണ് ഈ മുഹമ്മദ് റിയാസ്. ഇത് കാണുന്നില്ലേ മുഹമ്മദ് റിയാസ്? ഇവനെ തള്ളി പറയാൻ മുൻ മുഖ്യമന്ത്രിയുടെ മരുമോൻ രംഗത്ത് വരുമോ? അതാണ്. അല്ല, നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കാൻ നോക്കാമല്ലോ. പക്ഷേ BJP-യാണ് നിയമസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടേ. ഇത്തരക്കാർ ഇന്ത്യയിലാണ് പിടിച്ചു കൊടുക്കണം, കേരളത്തിൽ അവർ ഷെൽട്ടറായിട്ട് ഉപയോഗിക്കരുത്. അതിന് BJP-ക്ക് അവിടെ പറയാമല്ലോ, 3 MLA-മാരില്ലേ. കോൺഗ്രസിന് പറയാമല്ലോ. കോൺഗ്രസ് ഈ ആറ്റിറ്റ്യൂഡൊക്കെ മാറിയിട്ട്, കാരണം മുസ്ലിം ലീഗ് ഒരു ഓർഗനൈസ്ഡ് ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനമായിട്ട് ഈ മുന്നണി ഭരണകക്ഷിയായിട്ട് വന്നു കഴിഞ്ഞു. ഇനി മുസ്ലിം ലീഗിന് സത്യസന്ധമായ നിലപാടെടുത്തേ പറ്റൂ. അതാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ എടുക്കില്ലല്ലോ. നോക്കാം, സമയമായില്ലല്ലോ. ഇപ്പോൾ പിന്നെ അറസ്റ്റ്. ഞാൻ പ്രധാനമായിട്ട് ചോദിക്കുന്നതാണ് സാറേ, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചത് തന്നെയാണ് ചോദിക്കാനുള്ളത്. അത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഇവനെ പോലുള്ള ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് ആരാണ്? ഇവൻ ഈ ബുദ്ധി, ഇവന് ഈ സാധനം കിട്ടുന്നത് ഇന്ത്യയെ പിടിച്ചടക്കുമെന്നും ഇന്ത്യക്ക് നേരെ കാർക്കിച്ചു തുപ്പുമെന്നും ലോകരാജ്യങ്ങൾ. ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യൻ പൗരനായിട്ടുള്ള ഒരാളാണ് ഇത് പറയുന്നതെന്ന് ആലോചിക്കണം. 1930 തൊട്ട് പാകിസ്ഥാൻ ലീഗ്, ജിന്ന ലീഗ് ഉണ്ടാക്കുമ്പോൾ തൊട്ട് ഇത് തുടങ്ങിയ മുദ്രാവാക്യമാണ്. അന്നും ഇന്നും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യമാണ്. ഇവരുടെ കഴിവുകേട് നമ്മളെക്കാളൊക്കെ നന്നായിട്ട് ഇവർക്കറിയാം. ഇവരെ കൊണ്ട് ഒന്നും സാധിക്കുകയെന്നും പരസ്പരം തമ്മിൽ തല്ലാനും നമ്മൾ ഇന്ത്യയിൽ മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഹിന്ദു മുസ്ലിം സംഘടനത്തിൽ. ഇപ്പോൾ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഈ ഗുരുജി ഗോൾവാർക്കർ പറഞ്ഞൊരു കാര്യമുണ്ട് ആഭ്യന്തര ശത്രുക്കളെ പറ്റിയിട്ട്. നിരന്തരമായിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യാറുണ്ട്. പലരും അതിനെ തെറ്റിദ്ധരിച്ച് കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ നാട്ടിലെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരെയും അല്ലെങ്കിൽ എല്ലാ ക്രിസ്ത്യാനികളെയും എല്ലാ മുസ്ലിങ്ങളെയും ഉദ്ദേശിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞതെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പലരും പറയാറുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ അങ്ങനെയല്ല പറഞ്ഞത്. ഇവനെ പോലുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. അതായത് ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യൻ പൗരത്വം നേടി പക്ഷേ സൗദി അറേബ്യയോടും അറേബ്യൻ രാജ്യങ്ങളോടും കഞ്ഞി കുടിച്ച്, അതെ, അറേബ്യൻ രാജ്യങ്ങളോടുമുള്ള ആളുകളും ഒപ്പം ഇന്ത്യയെ കാർക്കിച്ചു തുപ്പണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുവാണ്. അത് കമ്മ്യൂണിസ്റ്റ് ആയാലും ശരി, ഇനിയിപ്പോൾ ഹിന്ദു ആയാലും ശരി, ഈ മുസ്ലിം ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, അവരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രു. അപ്പോൾ ഇന്ത്യയുടെ ഒരു ആഭ്യന്തര ശത്രുവിന് നേരെ UAPA ചുമത്തി അകത്താക്കി. വേറെ ഇഷ്ടംപോലെ ഉണ്ട്. നിലവിൽ ഇപ്പൊ അകത്താക്കിയല്ലോ. ഇവിടെ കേരളത്തിൽ നമ്മൾ പെട്ടെന്ന് അറിയുന്ന നമുക്കറിയാവുന്ന ഫെമിലിയർ ആയിട്ടുള്ള സാഹചര്യമാണ്. രാമേന്ദ്രൻ ഇവിടെയുള്ള ആളായിരുന്നു. ശരി, തീർച്ചയായിട്ടും. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് ആഭ്യന്തര ശത്രുക്കളെ പിടികൂടാനായിട്ട് സാധിക്കട്ടെ.